Let's start here. So wave shaping circuit. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് 6 different type wave shaping circuits ആണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് RC differentiating circuit. Second one is RC integrating circuit. Third one first order low pass filter. Fourth one first order high pass filter. Then fifth one clipper circuit. Then sixth one clamper circuit. Okay. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഈ RC ഡിഫറൻഷിയേറ്റിംഗ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ടിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കോമ്പണൻസ് എന്തൊക്കെയാണ്? റെസിസ്റ്റർ ഉണ്ടാവും, കപ്പാസിറ്റർ. മെയിനായിട്ട് റെസിസ്റ്ററും കപ്പാസിറ്ററാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഹയർ കേസസ് ഇൻഡക്ടർ ഓൾസോ. ആൻഡ് ഹിയർ ഇൻ ദ കേസ് ഓഫ് ക്ലിപ്പർ ആൻഡ് ക്ലാമ്പർ ദർ ഓൾസോ വിൽ ബി യൂസിങ് കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഡയോഡ്സ് ആൻഡ് ഇൻഡക്ടർ ഓൾസോ. സോ 6 wave shaping circuits ആണ് നമുക്ക് പഠിക്കാനുള്ളത്. RC differentiating circuit, RC integrating circuit, first order low pass filter, first order high pass filter, clipping circuits and clamper circuit. Okay, audible അല്ലേ പറയുന്നൊക്കെ? Yes sir. Okay, fine. So what do you mean by wave shaping circuit? എന്താണ് ഈ wave shaping circuit എന്ന് പറഞ്ഞാൽ? Process of changing shape of any given waveform is called wave shaping. അതായത് ഒരു given waveformനെ അതിന് വേറൊരു waveformലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ wave shaping എന്ന് പറയുന്നത്. The process of changing shape of any given waveform is called as wave shaping. And also in electronic circuits, it is used to create and or modify waveforms using combinations of active electronic devices such as transistors or analog or digital integrated circuits, resistors, capacitors and inductors. അതായത് നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ സർട്ടൻ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേവ് ഫോം ക്രിയേറ്റ് ചെയ്യാനും വേവ് ഫോം മോഡിഫൈ ചെയ്യാനും പറ്റും. എന്തൊക്കെ കോമ്പിനേഷൻസ് ആണ്? അതായത് ട്രാൻസിസ്റ്റേഴ്സ്, അനലോഗ് ഓർ ഡിജിറ്റൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു വേവ് ഫോം ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ വേവ് ഫോം മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. The basic function of these wave shaping circuits are to change the shape of any input signal according to the time period at the output. അതായത് ഔട്ട്പുട്ടിന്റെ ടൈം പീരീഡിനനുസരിച്ചിട്ട് ആ ഇൻപുട്ടിൽ നമുക്ക് തന്നിരിക്കുന്ന വേവിനെ വേരിയേഷൻ ചെയ്യുക എന്നതാണ് ഈ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിന്റെ മേജർ ബേസിക് ഫങ്ഷൻസ്. അതായത് ഇൻപുട്ടിൽ നമുക്കൊരു വേവ് കിട്ടി, അതിനെ ഔട്ട്പുട്ടിന്റെ ടൈം പീരീഡിനനുസരിച്ചിട്ട് വേരി ചെയ്തെടുക്കുക. അതാണ് മേജർ ഫങ്ഷൻ ഓഫ് ദിസ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ മോസ്റ്റ് ഓഫ് ദ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആർ യൂസ് ടു ജനറേറ്റ് പീരിയോഡിക് വേവ് ഫോം. പീരിയോഡിക് വേവ് ഫോം എന്ന് പറഞ്ഞാൽ മീൻസ് എന്താ, ഒരു പർട്ടിക്കുലർ വേവ് പാറ്റേൺ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണെങ്കിൽ അതിനെ നമ്മൾ പീരിയോഡിക് വേവ് ഫോംസ് എന്ന് പറയും. സോ മോസ്റ്റ് ഓഫ് ദ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആർ യൂസ് ടു ജനറേറ്റ് പീരിയോഡിക് വേവ് ഫോംസ്. ദ കോമൺ പീരിയോഡിക് വേവ് ഫോംസ് ഇൻക്ലൂഡ് സ്ക്വയർ വേവ് ഒരു പീരിയോഡിക് വേവ് ഫോം ആണ്. ദെൻ സൈൻ വേവ്, റെക്ടിഫൈഡ് സൈൻ വേവ്, സോ ടൂത്ത് വേവ്, ട്രയാങ്കുലർ വേവ് ആൻഡ് പീരിയോഡിക് ആർബിട്രറി വേവ്. ഓക്കെ, ഈ പീരിയോഡിക് ആർബിട്രറി വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേവ് ഫോം ഏതെങ്കിലും ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക, ബട്ട് ഇറ്റ് വിൽ ബി പീരിയോഡിക്. ഏതെങ്കിലും ഒരു ഷേപ്പിലായിരിക്കും, ബട്ട് ആ സെയിം ഷേപ്പ് ഇറ്റ് വിൽ ബി റിപ്പീറ്റിംഗ് ഇൻ പീരിയഡ്സ്. ഓക്കെ, സോ ദ ആർബിട്രറി വേവ് can be made to conform to any shape during the duration of one period. ഒരു സിംഗിൾ പീരീഡിൽ ഏതെങ്കിലും ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ദിസ് ഷേപ്പ് ഈസ് ദെൻ ഫോളോഡ് ഫോർ ഈച്ച് സക്സസീവ് സൈക്കിൾ. അതിൽ പിന്നെ അതിനുശേഷം വരുന്ന എല്ലാ ആ ഒരു സർട്ടൈൻ വൺ പീരീഡിലും ഈ സെയിം ഷേപ്പ് തന്നെ ഫോളോ ചെയ്യുന്നതാണ് ഈ ആർബിട്രറി വേവ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് general things about the wave shaping circuits. Now we can see the different common waveforms. Different common waveforms we can see. In that first one is step waveform. Step waveform graph ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ ബേസിക് സംഭവങ്ങളാണ്, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, സോ സ്റ്റെപ്പ് വേവ്ഫോമിന്റെ ബേസിക് ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു കോമൺ മീൻസ് സെയിം വോൾട്ടേജിൽ തന്നെ, ഒരു DC പോലെ സെയിം വോൾട്ടേജിൽ തന്നെ നമുക്കിവിടെ പ്ലോട്ട് ചെയ്ത് കിട്ടും. സോ ഇതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ V of t, അതായത് y ആക്സിസിൽ V of t, x ആക്സിസിൽ ടൈം പീരീഡ് t. ഓക്കെ, സോ V of t will be equal to 0 for time period less than 0. ഇവിടെ
നിങ്ങൾക്ക് കാണാം ടൈം പീരീഡ് ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് എന്താ ഔട്ട്പുട്ട് ഈസ് 0. ടൈം പീരീഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഔട്ട്പുട്ട് ഈസ് വി. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റെപ്പ് വേവ് ഫോം എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. വി ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0 ആൻഡ് വി ഓഫ് ടി ഈക്വൽ ടു വി എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ വോൾട്ടേജ് ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന സമയത്ത് വി ഓഫ് ടി വിച്ച് വിൽ ബി ഈക്വൽ ടു വി. ഓക്കെ, സോ അതാണ് സ്റ്റെപ്പ് വേവ് ഫോം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് പൾസ് വേവ് ഫോം. പൾസ് വേവ് ഫോം നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ഒരു പൾസ് വേവ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ പൾസ് വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഒരു മോഡിഫൈഡ് സ്റ്റെപ്പ് വേവ് ഫോം ആണ്. അതായത് സ്റ്റെപ്പ് വേവ് ഫോമിൽ ഇവിടെ എന്താ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. അവിടെ ഈ പൾസ് വേവ് ഫോമിൽ എന്താ ഇവിടെ വെച്ചിട്ട് ഇത് ഡിസ്കണ്ടിന്യൂസ് ആയി. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സി പൾസ് വേവ് ഫോം. ദിസ് ഈസ് ഹൗ it will be represented, like v of t which will be equal to v for t in between 0 and tp. അതായത് ഇവിടെയുള്ള ടോട്ടൽ ടൈം പീരീഡ് t will be in between 0 and tp ആവുന്ന സമയത്ത് 0നും tp-നും ഇടയിൽ എന്താണ് അതിന്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു v. പിന്നെ ബാക്കിയുള്ള എല്ലാ കേസിലും നിങ്ങൾക്ക് കാണാം 0 ആണ്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ കേസിലും അത് 0 ആണ്. Okay, so pulse waveform we can represent like v of t which is equal to v for t is in between 0 and tp and 0 elsewhere. So this is about pulse waveform. Next one is square waveform. Square waveform നിങ്ങൾക്ക് കാണാം എന്താ അതിൽ രണ്ട് ടൈം പീരീഡ് ഉണ്ടാവും. ഒരു ടൈം പീരീഡ് t1 where the output is high and a time period t2 where output is low. Time period t1 where output is high and it is represented by v dash, and time period t2 where output is low and it is represented by v double dash. Okay, രണ്ട് time period ഉണ്ടാവും t1 ഉം t2 and this both time period will be repeating then continuously. So the ഇവിടെയുള്ള total time period എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t1 plus t2 which can be represented as t. Okay, total time period എന്ന് പറഞ്ഞാൽ t1 plus t2 which can be represented as t. Okay, so ഇവിടെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് എത്ര സമയം ഇത് ഓൺ ആയിട്ട് നിൽക്കുന്നുണ്ട്, അതുപോലെ എത്ര സമയം ഇത് ഓഫ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഡ്യൂട്ടി സൈക്കിൾ ഡി ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ എത്ര സമയം അത് ഓണായി ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയാം. എത്ര സമയം അത് ഓണായി ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം പീരീഡ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇത് എത്ര സമയം ഓണായി t1 എന്ന് പറയുന്ന ടൈമിൽ ഇത് ഓണായി. ഓക്കെ, ദെൻ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ t1 പ്ലസ് t2. സോ ഡ്യൂട്ടി സൈക്കിൾ വിച്ച് ഇസ് ഈക്വൽ ടു എത്ര സമയം അത് ഓണായി t1 എന്ന് പറയുന്ന ടൈം പീരീഡിൽ അത് ഓണായി t1 ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2. t1 പ്ലസ് t2 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ടോട്ടൽ ടൈം പീരീഡ് t ആണ്. അതെ, ടോട്ടൽ ടൈം പീരീഡ് t ആണ് t1 പ്ലസ് t2. സോ ഡ്യൂട്ടി സൈക്കിൾ വിൽ ബി ഈക്വൽ ടു t1 ഡിവൈഡഡ് ബൈ t. t1 ഡിവൈഡഡ് ബൈ t. സോ ഇത് ഹൈ ആയി ഇരിക്കുന്ന സമയത്ത് ഇതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വി ഡാഷ്, അതുപോലെ ഇത് ലോ ആയി നിൽക്കുന്ന സമയത്ത് ഉള്ള ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡബിൾ ഡാഷ് ആയിരുന്നു. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് സ്ക്വയർ വേവ് ഫോം ആൻഡ് ഡ്യൂട്ടി സൈക്കിൾ എന്ന ടേം ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഡ്യൂട്ടി സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, ഡ്യൂട്ടി സൈക്കിൾ വേരിയേഷൻ അനുസരിച്ചിട്ടാണ് ഈ വേവ് ഫോം പല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് സിമെട്രിക് സ്ക്വയർ വേവ് ഫോം. നേരത്തെ നമ്മൾ പറഞ്ഞത് സ്ക്വയർ വേവ് ഫോം ആണ്. നൗ സിമെട്രിക് സ്ക്വയർ വേവ് ഫോം. ഇവിടെ നിങ്ങൾക്ക് കാണാം എന്താ സീറോന്റെ മേളിലോട്ടും താഴോട്ടുമായിട്ട് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈക്വലി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സീറോന്റെ മേലെയും താഴെയായിട്ട് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്. നേരത്തെ എന്താ നമുക്ക് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു സീറോയിൽ നിന്ന് മേളിലോട്ടേക്ക് ക്ലാമ്പ് ചെയ്ത് വെച്ച ഒരു വോൾട്ടേജ് ലെവൽ പോലെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ എന്താ
സീറോ കറക്റ്റ് ആയിട്ട് പോസിറ്റീവ് ഒരു ഹാഫ് സൈക്കിളുമായിട്ടും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ ഹയസ്റ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഹയസ്റ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +V/2 ആൻഡ് ഹൈ വരുന്ന വോൾട്ടേജ് +V/2 ആൻഡ് ലോ വരുന്ന വോൾട്ടേജ് -V/2. ആൻഡ് ഓൾസോ നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്കൊരു ടൈം പീരീഡ് T1 ഉണ്ട് ഓൺ ടൈം, ടൈം പീരീഡ് T2 ഉണ്ട് ഓഫ് ടൈം. ഓക്കെ, ഈ ഒരു കേസിൽ സിമെട്രിക് സ്ക്വയർ വേവിന്റെ കേസിൽ എന്താ, T1 എന്ന് പറയുന്ന ഓൺ ടൈം പീരീഡും T2 എന്ന് പറയുന്ന ഓഫ് ടൈം പീരീഡും വിൽ ബി ഈക്വൽ. അതായത് T1 വിൽ ബി ഈക്വൽ ടു T2. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T ആണ്. ടോട്ടൽ ടൈം പീരീഡ് ഈസ് T. സോ T1 ഉം T2 ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ചെറിയൊരു ഇന്റർവെൽ, അത് ഈ T1 എന്ന് പറഞ്ഞ ഇന്റർവെൽ വിൽ ബി ഈക്വൽ ടു T/2, T2 എന്ന് പറയുന്ന ഇന്റർവെൽ വിൽ ബി ഈക്വൽ ടു T/2. So in case of symmetric square wave, T1 is equal to T2 is equal to T/2. അപ്പോൾ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഓൺ ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം പീരീഡ്. സോ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ T/2 ആണ്, ഓഫ് ദെൻ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ T ആണ്. ഓക്കെ, സോ വി വിൽ ബി ഗെറ്റിംഗ് ഡ്യൂട്ടി സൈക്കിൾ വിച്ച് വിൽ ബി ഈക്വൽ ടു 1/2 or 0.5 in case of symmetric square wave. So symmetric square wave il the duty cycle will be half. Now next waveform is ramp waveform. എന്താണ് റാമ്പ് വേവ്ഫോം? സോ റാമ്പ് വേവ്ഫോമിൽ എന്താ നിങ്ങൾക്ക് കാണാം, it will be represented by like there will be a slope. Slope alpha is defined as V/T. അതായത് y ആക്സിസിൽ എത്രത്തോളം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടോ ഡിവൈഡഡ് ബൈ x ആക്സിസിൽ അതിന്റെ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ്, അതാണ് ഈ സ്ലോപ്പ് ആൽഫ എന്ന് പറയുന്നത്. x ആക്സിസിൽ അതിന്റെ ടോട്ടൽ ടൈം, അതാണ് ഈ സ്ലോപ്പ് ആൽഫ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ പൈത്തഗോറസ് തിയറത്തിൽ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നില്ലേ, അതുപോലെ തന്നെ V/ മീൻസ് എന്താ, ഇത് ബൈ ഇത് എന്നുള്ള രീതിയിലാണ് സ്ലോപ്പ് ആൽഫ ഈസ് ഡിഫൈൻഡ്. സോ ഇതിന്റെ ഇക്വേഷൻ വെച്ച് ഇതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ V(t) വിച്ച് വിൽ ബി ഈക്വൽ ടു 0 ഫോർ t<0. t 0ന്റെ ഇപ്പുറത്തെ സൈഡ് നിങ്ങൾക്ക് നോക്കാം, നോ ഔട്ട്പുട്ട് ഈസ് ദർ. ഓക്കെ, സോ and for t greater than or equal to 0 we can say that it is equal to alpha t. t greater than or equal to 0 ആണെങ്കിൽ we can define V(t) as alpha t ആയിട്ട് ഡിഫൈൻ ചെയ്യാം. സോ ഇത് നമുക്കൊരു എന്താ ഒരു പോസിറ്റീവ് റാമ്പ് ആയിട്ട് നമുക്ക് ഇത് എടുക്കാം. ഇനി നെഗറ്റീവ് റാമ്പ് ഉണ്ട്. നെഗറ്റീവ് റാമ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെയാണ് വേവ് ഫോം എങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് റാമ്പ്. ഇപ്പൊ ഒരു കപ്പാസിറ്റർ വെച്ച് പറയുകയാണെങ്കിൽ ഇതെന്താ, ഇതിനെ ചാർജ് ചെയ്യുന്നു, ദെൻ സഡൻ ഡിസ്ചാർജ്, ദെൻ അഗെയിൻ ചാർജിങ്, ദെൻ സഡൻ ഡിസ്ചാർജ്. ഇത് ഈ മറ്റേ നെഗറ്റീവ് റാമ്പിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു കപ്പാസിറ്റർ വെച്ച് പറയുകയാണെങ്കിൽ സഡൻ ചാർജിങ്, ദെൻ സ്ലോ ഡിസ്ചാർജിങ്, സഡൻ ചാർജിങ്, ദെൻ സ്ലോ ഡിസ്ചാർജിങ്. ഇനിയിപ്പോ എന്താ, നമ്മൾ ഇതിന്റെ കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഈക്വൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിലോ, അതായത് ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. സോ അപ്പൊ എന്താ, ആ ഒരു വേവ് ഫോം എന്തായി, ഒരു ട്രയാങ്കുലർ വേവ് ഫോം ആയി വിത്ത് രണ്ട് സൈഡ്, അതായത് പോസിറ്റീവ് സ്ലോപ്പും നെഗറ്റീവ് സ്ലോപ്പും വിൽ ബി ഈക്വൽ. അതാണ് ഒരു അങ്ങനെ നമുക്കൊരു ട്രയാങ്കുലർ വേവ് ഫോം ഉണ്ടാക്കാൻ പറ്റും. സോ ഇപ്പം ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് റാമ്പ് സിഗ്നൽ എന്താന്നുള്ള ഒന്ന് ആലോചിച്ച് വെക്കുക. So ramp signal is defined as V(t) which is equal to 0 for t less than or equal to 0 and which is equal to alpha t for t greater than or equal to 0. Okay. Then next one is exponential waveform. Okay. Exponential waveform means it is defined as നിങ്ങൾക്ക് ഇവിടെ കാണാം 0ൽ നിന്ന് തുടങ്ങി ഒരു സ്ലൈറ്റ് ഇൻക്രീസ് ചെയ്ത് അതിന്റെ ഒരു പീക്ക് വി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് V(t) which is equal to V into 1 minus e raised to minus t by tau, where tau is the time constant. അതായത് ഒരു റെസിസ്റ്ററും കപ്പാസിറ്റൻസും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൈം കോൺസ്റ്റന്റ് ആണ് ഈ ടോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന സർക്യൂട്ട്സിലും കാര്യങ്ങളൊക്കെ പഠിക്കും. സോ ജസ്റ്റ് ഇതാണ് ഒരു എക്സ്പോണൻഷ്യൽ വേവ് ഫോം. ദിസ് ഈസ് എൻ റൈസിങ് എക്സ്പോണൻഷ്യൽ വേവ് ഫോം. അതുപോലെ ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ വേവ് ഫോം ഉണ്ട്, അതായത് ഇങ്ങനെ വന്നിട്ട്
ഇങ്ങനെ വരികയാണെങ്കിൽ അതിനെ ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ വേവ് ഫോം എന്ന് പറയും. ദിസ് ഈസ് എ റൈസിങ് എക്സ്പോണൻഷ്യൽ വേവ് ഫോം. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് wave common waveforms we have to study. Okay, now two types of wave shaping circuits are there. One is linear wave shaping circuit and another one is non-linear wave shaping circuits. So linear elements such as resistors, capacitors, inductors are employed to shape a signal in this linear wave shaping. അതായത് linear elements ആയിട്ടുള്ള resistor, capacitor, inductors are employed to shape a signal in the linear wave shaping circuits. അതായത് resistor, capacitor, inductors ആണ്, ഇതൊക്കെയാണ് ഈ linear wave shaping circuitsൽ എംപ്ലോയ് ചെയ്തിട്ടുള്ളത്. അതായത് വേവിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് മോസ്റ്റ്ലി റിലേ ഓൺ ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷൻ എന്ന പ്രോസസ്സിനെയാണ് മെയിൻ ആയിട്ട് ഈ ലീനിയർ വേവ് ഷേപ്പിംഗ് റിലേ ചെയ്തിരിക്കുന്നത്. The linear wave shaping circuits alter the shape of a waveform by passing them through a process of differentiation and integration. അതായത് ഈ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് അതിന്റെ വേവ് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ യു ക്യാൻ സി ഹിയർ എ സ്റ്റെപ്പ് വേവ് ഫോം. നമ്മളിപ്പോൾ കണ്ടല്ലോ, സ്റ്റെപ്പ് വേവ് ഫോം can be converted into a decaying exponential waveform by transmitting it through a differentiator. അതായത് ഒരു സ്റ്റെപ്പ് വേവ് ഫോം എടുത്തിട്ട് നമ്മൾ ഒരു ഡിഫറൻഷിയേറ്ററിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എന്തായിട്ട് കിട്ടും? ഒരു ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ വേവ് ഫോം ആയിട്ട് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ വേവ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, റൈസിങ് എക്സ്പോണൻഷ്യൽ. ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ വേവ് ഫോം ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും when a step waveform is passed through a differentiator. Similarly, a step waveform, if it is passed through an integrator pass ചെയ്താൽ it will be converted into a rising exponential waveform. അതായത് ഒരു സ്റ്റെപ്പ് വേവ്ഫോം ഇന്റഗ്രേറ്ററിലോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ it will be converted to a rising exponential waveform. റൈസിങ് നമ്മൾ നേരത്തെ കണ്ട റൈസിങ് എക്സ്പോണൻഷ്യൽ വേവ്ഫോം ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് അബൌട്ട് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. സോ ഹിയർ നമുക്ക് എന്താ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്? ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഹൈ പാസ് ഫിൽട്ടർ ആൻഡ് ലോ പാസ് ഫിൽട്ടർ. ഹൈ പാസ് ഫിൽട്ടറും ലോ പാസ് ഫിൽട്ടറും ഇന്റഗ്രേറ്ററും ഡിഫറൻഷിയേറ്ററിന്റെയും ഓൾമോസ്റ്റ് സെയിം സംഭവങ്ങൾ തന്നെയാണ്. ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ കാണാം. ഓക്കെ, and non-linear wave shaping circuits. The process of producing non-sinusoidal output waveforms from sinusoidal input using non-linear elements is called as non-linear wave shaping. അതായത് non-sinusoidal output from a sinusoidal output അതൊക്കെ ഉണ്ടാക്കുന്നതാണ് എന്താ with using non-linear elements is called as non-linear wave shaping circuit. അതായത് ഒരു സിനുസോയിഡൽ വേവ് ഫോം ഇൻപുട്ട് ഉണ്ട് വിചാരിച്ചോ, അതിനെ നമ്മൾ എന്താ അതിന്റെ വേവ് ഷേപ്പ് മാറ്റിയെടുക്കുന്നു by using non-linear elements are called as non-linear wave shaping. So here along with the resistors, the non-linear elements like diodes are used in non-linear wave shaping circuits to get required altered output. അതായത് ഇവിടെ ഡയോഡ് പോലെയുള്ള ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യും. റെസിസ്റ്റേഴ്സും ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ കൂടാതെ ഇവിടെ ഡയോഡ്സും യൂസ് ചെയ്യും. കാരണം ഡയോഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് എന്താ വേവ് അതിനെ എന്ത് ചെയ്ത് കിട്ടും? അതിനെ ക്ലിപ്പ് ചെയ്തോ അല്ലെങ്കിൽ ക്ലാമ്പ് ചെയ്തോ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഹിയർ along with the resistors, inductors, capacitors, the non-linear elements like diodes are used in case of non-linear wave shaping circuits to get altered outputs. So here the either shape of the wave is attenuated or the DC level of the wave is altered in non-linear wave shaping. അതായത് ഒന്നെങ്കിൽ നമുക്ക് എന്താ ആ ഒരു വേവ് ഫോമിനെ നമുക്ക് സ്ലൈസ് ചെയ്യുക അല്ലെങ്കിൽ അറ്റനുവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഡി സി ലെവൽ വി ക്യാൻ ചേഞ്ച്. ഡി സി ലെവൽ അതായത് ആദ്യം ഇനീഷ്യലി ഒരു ലെവൽ ഉണ്ടായിരുന്ന വേവ് ഫോം അതിനെ മേളിലോട്ടേക്കോ താഴോട്ടേക്കോ അതിന്റെ ഡി സി ലെവൽ നമുക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ എന്താ ആ തന്നിരിക്കുന്ന ആ വേവ് ഫോമിനെ സ്ലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്തെടുക്കാനോ നമുക്ക് സാധിക്കും ഇൻ കേസ് ഓഫ് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്. സോ ദ ടു ഇമ്പോർട്ടൻറ്റ് ക്ലാസസ് ഓഫ് സർക്യൂട്ട് നോൺ ആസ്
non-linear wave shaping circuits are clipping and clamping circuit. അതായത് clipping and clamping circuits ആണ് two major classes of non-linear wave shaping circuits. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ലീനിയറിൽ എന്തൊക്കെയാണ് ഡിഫറൻഷിയേറ്റർ, ഇന്റഗ്രേറ്റർ, ഹൈ പാസ്, ലോ പാസ്. ദെൻ ഇൻ ദ കേസ് ഓഫ് non-linear wave shaping circuits we are having clipping and clamping circuit. So a clamping operation involves storage of energy in the circuit which uses two components, capacitors and inductors. അതായത് ക്ലാമ്പിംഗ് ഓപ്പറേഷനിൽ എന്താ, അതിന്റെ സ്റ്റോറേജ് ഓഫ് എനർജി നടക്കുന്നുണ്ട്. അതായത് ഈ ക്ലാമ്പിംഗ് സർക്യൂട്ടിൽ എന്താ, അത് വർക്കുന്നതിനോടൊപ്പം തന്നെ സ്റ്റോറേജ് ഓഫ് എനർജി അവിടെ നടക്കുന്നുണ്ട്. ഇറ്റ് വിൽ ബി സ്റ്റോറിങ് എനർജി ബൈ യൂസിങ് ദീസ് ടു കോമ്പണൻസ് ലൈക്ക് കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടർ. കപ്പാസിറ്റർ, ഇൻഡക്ടർ യൂസ് ചെയ്തിട്ട് എനർജി സ്റ്റോറേജ് നടക്കുന്നുണ്ട് ഇൻ കേസ് ഓഫ് ക്ലാമ്പിംഗ് ഓപ്പറേഷൻ. ഇൻ clipping circuit is generally designed with diodes and resistors and they do not contain any energy storing components. അതായത് ക്ലാമ്പിംഗ് സർക്യൂട്ടിന്റെ കേസിൽ എന്താ, സ്റ്റോറേജ് ഓഫ് എനർജി നടക്കുന്നുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് ക്ലിപ്പിംഗ് സർക്യൂട്ട് ഇറ്റ് ഈസ് ഡിസൈൻഡ് മോസ്റ്റ്ലി വിത്ത് ഡയോഡ്സ് ആൻഡ് റെസിസ്റ്റേഴ്സ് ആൻഡ് ദേ ഡു നോട്ട് കണ്ടെയ്ൻ എനി എനർജി സ്റ്റോറിംഗ് കോമ്പണൻസ്. ക്ലിപ്പിംഗ് സർക്യൂട്ടിൽ എനർജി സ്റ്റോറിംഗ് കോമ്പണൻസ് ഇല്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ഹാവിംഗ് റെസിസ്റ്റേഴ്സ് ആൻഡ് ഡയോഡ്സ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് clamping circuit it is having energy storing components like capacitors and inductors. The function performed by clipping circuit is essentially either limiting or slicing. അതായത് ഒരു ഇൻപുട്ട് വേവ് ഫോം തന്നിട്ടുണ്ട്, ആ ഇൻപുട്ട് വേവ് ഫോമിനെ ഒന്നെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്യുക, ഒരു സർട്ടൈൻ ലെവലിലേക്ക് ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സ്ലൈസ് ചെയ്തെടുക്കുക. അതാണ് മെയിൻ ആയിട്ട് ഈ ക്ലിപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലാമ്പിംഗ് സർക്യൂട്ട് എന്താ, നമ്മൾ പറഞ്ഞു എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ലെവൽ ചേഞ്ചസ് വിൽ ബി ഹാപ്പൻ ഇൻ ദ കേസ് ഓഫ് ക്ലാമ്പിംഗ് സർക്യൂട്ട്സ്. ഓക്കെ, സോ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടും നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടും. അതിനകത്ത് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് RC ഡിഫറൻഷിയേറ്റർ, RC ഇന്റഗ്രേറ്റർ, ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ, ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽട്ടർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. And in the case of non-linear wave shaping circuits, where a sinusoidal signal it is altered or level changed or sliced, ആ കേസിൽ നമ്മൾ പഠിക്കുന്നത് എന്താ, ക്ലിപ്പിംഗ് സർക്യൂട്ട് ആൻഡ് ക്ലാമ്പർ സർക്യൂട്ട്. ഓക്കെ, സോ with this I am concluding today's class. So in the next class we will be starting with this linear wave